ഹലോ ഫ്രണ്ട്സ്, ഇത് ജെനി എന്ന കഥയുടെ 8ാം ഭാഗമാണ്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. ജെനി ചേച്ചി ആകെ കുഴഞ്ഞ് നേരെ സോഫയിലേക്ക് വീണു. ആകെ വിയർത്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഇത്രയും നേരം ഡാൻസ് കളിച്ചതല്ലേ, അതും എനിക്ക് മുന്നിൽ നിന്ന്. പിന്നെ കരണ്ടുമില്ല. പിന്നെ ആകെ കൂടിയുള്ളത് പുറത്ത് പെയ്യുന്ന മഴയുടെ തണുപ്പാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുന്നു. അത് ഒരു ആനന്ദത്തിനും പിന്നെ ആ ഡാൻസിന് കാണാനുള്ള ഭംഗി കൊണ്ടും ഞാൻ തന്നെ എടുത്തു വെച്ചതായിരുന്നു. ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ടതുകൊണ്ടും പിന്നെ ഞാനെടുത്ത് മാറ്റിയതൊന്നുമില്ല. അത് തന്നെയായിരുന്നു ജിനി ചേച്ചി ഇത്രയും കുഴഞ്ഞ് ആ സോഫയിലേക്ക് വീഴാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് തന്നെ ജിനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ മോനെ, കുഴഞ്ഞടാ, ഇനി എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജിനി ചേച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ, ഒരു ഡാൻസും കൂടെ കളിക്ക് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴും ജിനി ചേച്ചി വയ്യ മോനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ജിനി ചേച്ചി വിളിച്ചു പറഞ്ഞു, എടാ, കുടിക്കുന്ന സമയത്ത് വെള്ളം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഇരിപ്പുണ്ട്, ഒന്നെങ്കിൽ നീ അതെടുത്തോ, പിന്നെ അതിലൊരു ഐസ്ക്രീമും ഉണ്ട്, അതെടുത്തോ, നമുക്ക് രണ്ടുപേർ കൂടി ഒന്ന് കഴിക്കാം എന്ന് ചേച്ചി പറഞ്ഞ് ഞാൻ ആ കുടിവെള്ളവും പിന്നെ ഐസ്ക്രീമും എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, വെള്ളവും പിന്നെ ഐസ്ക്രീമും കൊണ്ടു കൊടുക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം തന്നെയായിരുന്നു. ഞാൻ ഒരു ബോട്ടിൽ തണുത്ത വെള്ളം ചേച്ചിയുടെ കയ്യിലായി കൊണ്ടു കൊടുത്തു. ഞാനത് കൊടുത്ത സമയത്ത് തന്നെ അത് മൊത്തം താഴെ വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ വെള്ളം കുടിക്കാൻ അറിയില്ലേ, ഇത് മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയല്ലോ, ഇതിപ്പം മൊത്തം കുളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ചേച്ചി വെള്ളം കൂടി നിർത്തുന്നില്ലായിരുന്നു. എന്തോ ആക്രാന്തം പോലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കായിരുന്നു തോന്നുന്നു. ദേ, ഇന്നാ ഈ ഐസ്ക്രീം കൂടെ കഴിച്ചേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ചേച്ചി ഇതാ സോഫയിലേക്ക് മറിഞ്ഞു വീണു. അപ്പം തന്നെ വയ്യാടാ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഐസ്ക്രീം എടുത്തു. തുറന്ന ശേഷം അതിൻ്റെ ആ സ്പൂൺ ഉപയോഗിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് കോരി ചേച്ചിക്ക് നേരെ നീട്ടി. ആ സമയത്ത് ചേച്ചി ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ ആ ചുണ്ടിനടുത്തേക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂൺ അടുപ്പിച്ചു. ആ ടൈമിൽ ചേച്ചി മനസ്സോടാണെങ്കിലും ഒരു സ്പൂൺ കഴിച്ചു. ആ ടൈമിൽ തന്നെ ചേച്ചിക്ക് എൻ്റെ രുചി അറിയാൻ തുടങ്ങി. ശേഷം എൻ്റെ അടുത്ത് ഒരു സ്പൂൺ കൂടെ ചോദിച്ചു. ഞാൻ ഒരു സ്പൂൺ കൂടെ കോരി ചേച്ചിയുടെ വായിൽ വെച്ച് കൊടുത്തു. ജെനി ചേച്ചി, ഇപ്പം എങ്ങനെയുണ്ട് കഴിക്കാനൊക്കെ? ആ, നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടാ എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആദ്യം കഴിച്ച് ഞാൻ നീട്ടിയ സമയത്ത് ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ രണ്ടാമത് കഴിച്ചപ്പോൾ ചേച്ചിക്ക് എൻ്റെ ടേസ്റ്റ് അറിയാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും കഴിച്ചപ്പോൾ അത് വേണമെന്നായി. അങ്ങനെയാണ് ചേച്ചി ഓരോ കാര്യങ്ങളും, നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ പിന്നെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണം എന്ന് തോന്നും. ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് ചേച്ചി എന്നെ ഒന്ന് തുറിച്ചു നോക്കി. നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓവേ, നിനക്കെന്താ രാത്രിയിൽ നിന്ന് കഴിക്കാൻ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്ന് ജെനി ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ചേച്ചി, കഞ്ഞിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പച്ചവെള്ളമാണെങ്കിലും കുടിച്ചിട്ട് ഞാൻ കിടന്നോളാം, കാരണം ഞാൻ ഇവിടെയല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് ജെനിച്ചിയോട് പറയുന്ന സമയത്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തൊക്കെയാലും നിന്നെ പട്ടിണിക്കിട്ടേക്കത്തില്ല, നിനക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാലും അത് ഞാൻ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരും, അതെന്തൊക്കെയാലും നീ പറഞ്ഞാൽ മതി, തൽക്കാലം ഒന്നും വേണ്ട, ജനിച്ചിയുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കാനിരുന്നാൽ മതി, അത്രമാത്രം ഞാൻ പറയുമ്പോൾ ജനിച്ചി ഒരു അത്ഭുതം എന്ന പോലെ എന്നെ അടുത്ത് നോക്കി. എടാ, നീ തന്നെയാണ് ഈ പറയുന്നത്, സാധാരണ എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ള കൊതി തോന്നാറ്, അതുകൊണ്ടാണല്ലോ നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തുന്നത്, ഇപ്പം നിനക്കും ആ കൊതി തോന്നുന്നു തുടങ്ങിയ. പെട്ടെന്ന് ജെനി ചേച്ചി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അത് ചേച്ചിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എനിക്ക് ആ സമയത്ത് തന്നെ ആ ഒരു കൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജെനി ചേച്ചിയോട് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം, അല്ലാതെ അതൊക്കെ തന്നെയുള്ളൂ ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ, കൂടുതലായിട്ടൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്ന സമയത്ത് ജെനി ചേച്ചി എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് മഴ ഉറച്ചു പെയ്യുന്നുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ മഴ, പിന്നെ പകലായി കഴിഞ്ഞാൽ വെയിൽ, ഇത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ തളർന്നില്ല. പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കാറില്ലേ വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്കങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നെങ്കിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയ്ക്കൊക്കെ പോകും. അപ്പോൾ ജനിച്ചേച്ചി ചോദിക്കാൻ കാരണം ചേച്ചി എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ. പിന്നെ ഉണ്ണിച്ചേട്ടൻ കാര്യങ്ങൾ ഭർത്താവൊക്കെ പോകുമ്പം പിന്നെ ജനിച്ചേച്ചി ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. അത് തന്നെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ ജനിച്ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടാണല്ലേ എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജനിച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണോ നിന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത്? എനിക്ക് സംസാരിക്കാൻ, എനിക്ക് എന്തും തുറന്നു പറയാൻ ഒരാൾ, അത് നിന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കെൻ്റെ കോളേജ് ടൈമിലും സ്കൂൾ ടൈമിലൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ അതേപോലെ ഒരു ഫ്രണ്ടിൻ്റെ സാന്നിധ്യം നിന്നിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും മറ്റൊരു കാര്യമാണ് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് നിന്നെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. നിൻ്റെ ക്യാരക്ടർ, പിന്നെ നിൻ്റെ സംസാരം, ഇതെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനത് ചിരിക്കുന്ന സമയത്ത് ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, ജനിച്ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉവ്വ ഉവ്വ. പിന്നെ ഒരു കാര്യം ചെയ്യണം, നീ കുറച്ചുകൂടി സ്മാർട്ടാവണം. ഞാൻ വേറെ ഒന്നും കൂടെ പറയല്ല, നീ കുറച്ചുകൂടി സ്മാർട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്നിലേക്ക് ഒരുപാട് പേരുടെ ആകർഷണങ്ങൾ വരും. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇനി ഈ ഒരു സമയത്ത് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി സ്മാർട്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും എന്ന് ജനിച്ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, ചേച്ചിക്കിപ്പം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? എനിക്ക് എന്നെ ജിമ്മിൽ വിടണം, പിന്നെ എൻ്റെ പേഴ്സണാലിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യണം, അതെല്ലാം ചേച്ചിയുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ജനിച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂ, അത് നിനക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ജനിച്ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ആ, എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഈ ചേലയൊക്കെ മാറിയിട്ട് മാന്യമായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. ഈ സാരി എടുത്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ പുട്ട, ചൂടടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിയർക്കാണ്. അപ്പോൾ ആ സമയത്താണെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചി കുറച്ച് സമയം കൂടെ ഇരിക്കുക, ഇനിയിപ്പം കറണ്ട് വരാൻ സമയമാവുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി സാരിയെല്ലാം മാറാം. അത് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന വയ്യാവേലിയൊന്നും അല്ല എൻ്റെ കുട്ട, കറണ്ടൊന്നും ഇപ്പോഴൊന്നും വരാൻ ചാൻസ് പോലുമില്ല. നീ പുറത്തോട്ട് നോക്കിയേ, എന്തിനു വേണ്ടി മഴയാണ് പെയ്യുന്നേ? മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് വരണമെങ്കിൽ രാവിലെ ആവും, അല്ലാതെ ഇനി കറണ്ട് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. അപ്പോഴും മഴ പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് മാറാൻ പോകുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ജനിച്ചേച്ചി മുറിയിലേക്ക് പോയി. ഞാൻ അവിടെ സോഫയിൽ തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് സമയം മഴയിൽ നോക്കിയിരുന്നു. ചേട്ടാ, ഈ മഴയൊന്നും തീരത്തില്ലല്ലോ, ഇന്നെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ അത്രയും നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അകത്ത് പോയ ചേച്ചിയോട് ഉറക്കെ വിളിച്ച് ചോദിച്ചു, ചേച്ചി കോഴിക്കോട് അടച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, ആ, അത് ഞാൻ നേരത്തെ അടച്ചായിരുന്നടാ, നീ തന്നെ ഓർമ്മിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി പുറത്തേക്ക് വന്നു. ചേച്ചി ഇപ്പോൾ ഇട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുവപ്പ് കളർ ചുരിദാറായിരുന്നു. അതിൽ പണ്ട് തൊട്ടേ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാണ്. ചുവപ്പും പിന്നെ ജനിച്ചേച്ചിയും, ആ ഒരു കോമ്പിനേഷൻ ഒന്ന് വേറെ തന്നെയാണ്. ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും. കാരണം ആ ഒരു ചുവപ്പിൻ്റെ കളറ് റോസാപ്പൂവിൻ്റെ കളർ പോലെയാണ്. പിന്നെ ജനിച്ചേച്ചിയുടെ ആ വെണ്ണ പോലുള്ള കളറും, അത് രണ്ടും കൂടെ ആകുമ്പോഴ സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ പറയുന്ന പോലെ പാലും സ്ട്രോബെറിയും എന്ന പോലെ. ജനിച്ചേച്ചി ഒരു പുഞ്ചിരി പാസ്സാക്കി നേരെ അടുക്കളയിലേക്ക് പോയി. ആ സമയം ഞാൻ ആ സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ ടൈമിൽ നോക്കിയിരിക്കുന്ന ഞാൻ കൂടെ തന്നെ ജനിച്ചേച്ചി ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി. ചപ്പാത്തിയാണ് ഇന്ന് ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാലും മനസ്സിലാക്കി ഞാൻ അതിനെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാനായിട്ട് ചെന്നു നിന്നു. പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ ചെയ്തോളാം, നീ അവിടെ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിട്ടുകൊടുത്തില്ല. എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം വന്ന് നിന്നത്. ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഞാൻ പോവില്ല, എന്തൊക്കെയാലും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് പൊക്കോളാം, അത് തന്നെ ചേച്ചി എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു.
ചേച്ചിക്ക് ആദ്യമൊന്നും ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഞാൻ പോയില്ല. ഏകദേശം ചെറിയൊരു ഡിസ്റ്റൻസിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി ചപ്പാത്തി ചുടുന്ന സമയത്ത് കറി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അത് തിളച്ചു പൊങ്ങാൻ ചാൻസ് ഉണ്ട്, നീ നന്നായിട്ട് ഇളക്കി കൊടുക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ചു പൊങ്ങത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, അത് ചൂട് കൂടുന്ന സമയത്താടാ അതിന് അത്രയും തിളച്ചു പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചൂട് അങ്ങനെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അപ്പോഴേ അതങ്ങനെ നിൽക്കത്തുള്ളൂ എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ ചേച്ചിയൊന്ന് നോക്കി. എന്താടാ, നിനക്ക് പാചകമൊന്നും പഠിക്കണ്ടേ എന്ന് ചേച്ചി വീണ്ടും ആവർത്തിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ പഠിക്കുന്നുണ്ടല്ലോ ചേച്ചിയുടെ കൂടെ നിന്നിട്ട്. ആ, എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും, ആ ഒരു കാര്യമുണ്ട് എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടു. ശേഷം ചേച്ചിക്കായിട്ട് ഞാൻ ഓരോന്നും കട്ട് ചെയ്ത് കൊടുത്തു. അതെല്ലാം ചേച്ചി അത് കറിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ചുടാൻ അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പിടിച്ച സമയത്ത് തന്നെ അത് റെഡിയായി കിട്ടി. പിന്നെ ഇനി എല്ലാം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി വിയർത്തു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, നല്ല ചൂടല്ലേ അകത്തും എല്ലാം, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ റൂമിനകത്തേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്, അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അവിടെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ ചേച്ചിയെയും വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കായിരുന്നു. ചേച്ചി വല്ലതും കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി പിടിച്ച് അവിടെ കൊണ്ടിരുത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് അതാ മൂടില്ലായിരുന്നു കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. എന്തോ ഭർത്താവിനെ ആലോചിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പം തന്നെ ഞാൻ ചെന്ന് മോട്ടിവേഷൻ കൊടുത്തു. അതെ, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സമയം കളയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ശകാരിച്ചു. ആ സമയം ചേച്ചി ഒരു മനസ്സോടെ ഒന്ന് എഴുന്നേറ്റ് വന്നു. ഇപ്പം ഞാനല്ലേ ഇവിടെ കൂടെ, അപ്പോൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, എല്ലാത്തിനും ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, നീയുള്ളതാ ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നേക്കെന്നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയനെ എന്ന് പറഞ്ഞ് ചേച്ചി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. കൂടെ ഞാനും. ചേച്ചിക്ക് എന്തിനും സഹായത്തിനായിട്ട് ഞാനുണ്ട്. ആ ടൈമിൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാതെ ചപ്പാത്തി മുഴുവൻ എടുത്ത് അകത്ത് കയറ്റി. ആ സമയത്ത് തന്നെ നല്ല തൊണ്ടവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ടൈമിൽ വെള്ളമെല്ലാം ഒഴിപ്പിച്ച് ചേച്ചിക്ക് ഞാനത് പിടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ മനസ്സിൽ ഒരു കൊതി, മറ്റൊന്നും ആയിരുന്നില്ല ചേച്ചിയുടെ കൊതി, അത് തൊട്ടപ്പുറത്തെ വീട്ടിലെ കപ്പച്ചീനി കഴിക്കണം. അത് ചേച്ചിയുടെ ഒരു കൊതി തന്നെയായിരുന്നു. അത് വീട്ടിലെ നല്ല മുഴുത്ത കപ്പയാണ്, അതുകൊണ്ട് തന്നെ അതാർക്കും അവർ കൊടുക്കത്തില്ല, വിൽക്കാനായിട്ട് മാത്രം അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അവിടെ നിന്ന് പിഴുതെടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അറിയുകയും ചെയ്യും. എന്നാൽ അറിയാതെ അത് പിഴുതെടുക്കുന്നതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു. നേരെ ചെന്നിട്ട് ചീനിക്കം പൊരണം പിഴുതെടുത്തു. ശേഷം അതിൻ്റെ കപ്പയെല്ലാം എടുത്തതിന് ശേഷം അത് അതേപോലെ തന്നെ ചെറിയ ഇതായിട്ട് ഒഴിച്ചു വെച്ചു. പെട്ടെന്ന് ആരെ കണ്ടാലും മനസ്സിലാവില്ല. ആ ഒരു സമയം ഞാനും ചേച്ചിയും ആ സമയത്ത് തന്നെ മഴ നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞ് ഒരു പരുവായതിനു ശേഷമാണ് ചീനിക്കമ്പായിട്ട് ഞങ്ങൾ വാതിൽപ്പടിയിലെത്തുന്നത്. ആ സമയം ഞാൻ ചേച്ചി ഒന്ന് നോക്കി, ആകെ നനഞ്ഞ് ഊറ്റി വാരിയിരിക്കുന്നു പാവം. ഞാൻ പെട്ടെന്ന് ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി അവിടെ നിൽക്കി, എന്തെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഞാൻ അകത്തുനിന്നും ഒരു ടവൽ എടുത്തുകൊണ്ട് കൊടുത്തു. ചേച്ചി ഇപ്പം തന്നെ തലയൊക്കെ ഒന്ന് വൃത്തിയാവ്, അല്ലെന്നുണ്ടെങ്കിൽ നാളെ പനി പിടിക്കും കേട്ടോ. പെട്ടെന്ന് ചേച്ചി ഒരു പുഞ്ചിരിയോടെ, അതങ്ങനെ ഇരുന്നോട്ടെ എൻ്റെ ചെറുക്ക, സ്വല്പം പനി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കട്ടെന്നേ, അതങ്ങ് മാറുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നിർബന്ധിച്ച് ആ തലയെ ഒന്ന് തോർത്തി കൊടുത്തു. ഇതൊന്നും കേൾക്കത്തില്ല ഈ പെണ്ണിൻ്റെ കാര്യം എന്നൊക്കെ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടാണ് തല തോർത്തി കൊടുത്തത്. ഇനി എടുത്തത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചേച്ചി ആ ടവല് വാങ്ങിച്ച് അതെല്ലാം നന്നായിട്ട് തോർത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ, ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ തോർത്തി കഴിഞ്ഞതിന് ശേഷമാണ് അകത്ത് കയറിയത്. പെട്ടെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ
എന്ന് പറഞ്ഞ് ഞാൻ ഒരു അധികാരത്തോടെ തന്നെ ജനിച്ച മുറിയിലേക്ക് കയറി. ശേഷം ജനിക്ക് ചേച്ചിക്കായിട്ട് അലമാരയുടെ അകത്തുനിന്നും ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുത്തത് ഞാനായിരുന്നു. ദേ ഇന്ന് ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, അത് വെസ്റ്റേൺ രീതിയിലുള്ളത് തന്നെയായിരുന്നു. ആ ടൈമിൽ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് ചേച്ചി അത് വാങ്ങിച്ചിട്ട് ഒരു പുഞ്ചിരി ചിരിച്ചു. ഞാനിതധികം ഇടാത്തതാണ്, പിന്നെ നീ തരുന്നോണ്ട് മാത്രം ഇടുന്നു, അത് മാത്രം പറഞ്ഞുകൊണ്ട് ജനിച്ചേച്ചി അതൊരു പുഞ്ചിരിയോടെ ഇടാനായിട്ട് അകത്തേക്ക് പോയി. ആ ടൈമിൽ ജനിച്ചേച്ചിയുടെ വരവും കാത്ത് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ ടൈമിൽ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, എടച്ചക്ക നിനക്ക് വിശക്കുന്നെങ്കിൽ കഴിച്ചു കേട്ടോ, ഞാനിപ്പം വരാം, ഇച്ചിരി പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി വാതിൽ കുത്തിയിട്ടു. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ചേച്ചി എന്താ വരാത്തത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ചപ്പാത്തി 2 പേർക്കും എടുത്തിട്ട് കഴിക്കാനായി എടുത്തോണ്ട് വെച്ചു. അപ്പോഴേക്കും ജനിച്ചേച്ചി ഡ്രസ്സ് മാറിയിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ജനിച്ചേച്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ആ ഒരു സമയം അവിടേക്ക് വന്നു. ആ ടൈമിൽ ഞാൻ ജനിച്ചേച്ചിയെ നോക്കി നിന്ന് പോയി. കാരണം അത്രയും ഭംഗി അതുവരെ ഇട്ട ഡ്രസ്സിന് പോലും ഉണ്ടായിരുന്നില്ല. എന്തോ എൻ്റെ സെലക്ഷൻ അപൂർവമാണെന്ന് എനിക്ക് തന്നെ തോന്നി. എടാ, ഞാനിതധികം ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷേ നീ ഇട്ട് തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്, നിൻ്റെ സെലക്ഷൻ സൂപ്പറാണ് എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് ആവേശം ഒന്നുകൂടി കൂടി. ഞാൻ പറഞ്ഞു, ചേച്ചി ആ മെഴുകുതിരിയുടെ വെട്ടത്തിലേക്ക് ഇരുന്നേ, ആ കസേരയിൽ താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിരിക്കണം, ഞാനൊരു ഫോട്ടോ മാത്രം എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി ഞാൻ അവിടെ പിടിച്ചിരുത്തി. ശേഷം എൻ്റേതായ രീതിയിൽ ഒരു പിക്ചർ എടുത്തു. ആ സമയത്ത് ജനിച്ചേച്ചി ആദ്യമൊക്കെ നല്ല മടിയായിരുന്നെങ്കിലും ഈ ടൈമിൽ പോസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയില്ല. കാരണം എന്നെ ഒരുപാട് വിശ്വാസമാണ് ജനിച്ചേച്ചിക്ക്. എനിക്കും അതേപോലെ തന്നെ ജനിച്ചേച്ചിയെ ഒരുപാട് വിശ്വാസമാണ്. ഞങ്ങളുടെ പരസ്പരമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു റിലേഷൻ്റെ അടിത്തറ. പരസ്പരം 2 പേർക്കും 2 പേരെയും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ജനിച്ചേച്ചിയുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് ജനിച്ചേച്ചിക്ക് തന്നെ കാണിച്ചു കൊടുത്തു. എടാ, നീ അടിപൊളിയായിട്ട് ചെന്ന് വിഗ്ഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ കുറേ കാലമായി FBയിലും ഇൻസ്റ്റയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഏതായാലും നീ എടുത്തതല്ലേ, ഈ പിക്ചറെല്ലാം എനിക്കൊന്ന് സെൻഡ് ചെയ്തേരെ, ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഇട്ടോളാം എന്ന് ജനിച്ചേച്ചി എന്നെ പറഞ്ഞു. ആ ടൈമിൽ ഞാനൊന്നും മിണ്ടിയില്ല. ഞാനേതായാലും ഇട്ട് തരാം ചേച്ചി, അത് ഇൻസ്റ്റയിൽ എന്താണെന്ന് ചേട്ടോ, കുഴപ്പമില്ല എന്ന് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. എടാ, ഉണ്ണിച്ചേട്ടന് ഇതൊന്നും ഇഷ്ടമല്ല ഈ പോസ്റ്റ് ഒന്നും ഇടുന്നത്, പക്ഷേ എനിക്കൊരുപാട് കൊതിയുണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ ഞാൻ തന്നെ മോട്ടിവേഷനും കാര്യങ്ങളും കൊടുത്തു. നമുക്ക് ഇപ്പോൾ ഒരു ജീവിതമേ ഉള്ളൂ, പിന്നെ കുറേ കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല, അപ്പോൾ ഇപ്പോൾ ഉള്ള ടൈമിൽ അടിച്ചു പൊളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ജനിച്ചേച്ചിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് ജനിച്ചേച്ചി ഒരു പുഞ്ചിരിയോടെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ മുറിയിലേക്ക് കിടക്കാൻ പോയി. ആ ടൈമിൽ ജനിച്ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് താഴെ ഒരു പായിട്ട് വിരിച്ചു തന്നിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു ആശ്രയം എന്ന് പറയുന്നത്. എടാ, നിനക്കിവിടെ കിടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി തൊട്ട് കട്ടിലേക്ക് കയറി കിടന്നു. ആ ടൈമിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് ജനിച്ചേച്ചി ആവർത്തിച്ച് എന്നോട് തന്നെ പറഞ്ഞു. എന്തുണ്ടായാലും എൻ്റെ കുട്ടനോട് പറഞ്ഞോളാം എന്ന് ഞാനൊരു അരമക്കിന്നാരത്തോടെ ജനിച്ചേച്ചിയോട് പറഞ്ഞു. എടാ കുട്ടാ, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കളിയാക്കിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ആ ടൈമിൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, അത് ഇച്ചിരി നേരത്തെ ആയിക്കോട്ടെ, കുറച്ച് കാണാനുള്ള പ്ലേസൊക്കെയാണ്. ഏതായാലും ഇപ്പോഴൊന്നും ഉണ്ണിച്ചേട്ടൻ വരുമെന്ന് തോന്നില്ല, അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം എന്ന് ഞാൻ ജനിച്ചിട്ട് പറയുമ്പോൾ ജനിച്ചിക്ക് ആശ്ചര്യം പിന്നെ വെപ്രാളം എല്ലാം ഉണ്ടായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള വെപ്രാളം. ജനിച്ചിക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ആരും കൊണ്ടുപോകാൻ ഇല്ല എന്നുള്ള ആ ഒരു വെപ്രാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജനിച്ചിച്ച് വീണ്ടും ഒരു ക്യൂരിയോസിറ്റിയോടെ എന്നോട് ചോദിച്ചു, എവിടേക്കാണ് എവിടേക്കാണ്? ഞാൻ പറഞ്ഞു, അതെല്ലാം സസ്പെൻസാണ്, ഏതായാലും ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ ജനിച്ചേച്ചിയെ ഒന്ന് ശകാരിച്ച് നിർത്തി. പക്ഷേ ജനിച്ചേച്ചി മലർന്നു കിടന്നുകൊണ്ട് മേളിലേക്ക് നോക്കി ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവൻ എവിടേക്കായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്. ആ ഒരു കാര്യമാണ് ജനിച്ചേച്ച മനസ്സിൽ
ഉണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ കേട്ട എല്ലാവർക്കും താങ്ക്സ് ഒരുപാട്. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി.